ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ രമിത ജിൻഡാലിന് മെഡലില്ല. 10 മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ രമിത 7ാം സ്ഥാനത്ത്. വിവരങ്ങളുമായി വിനേഷ് കുഞ്ഞിരാമൻ ചേരുന്നുണ്ട്. വിനേഷ്, 2022 ഏഷ്യൻ ഗെയിംസിൽ വെങ്കലവും ഒപ്പം ടീമിനത്തിൽ വെള്ളിയൊക്കെ നേടിയിട്ടുള്ള താരമാണ് രമിത. ഒരു വലിയ പ്രതീക്ഷയായിരുന്നു രമിതയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മെഡൽ നേട്ടമില്ല. 7ാം സ്ഥാനത്ത് വെച്ച് എലിമിനേറ്റ് ആവുകയായിരുന്നു. അത് 7ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആവുകയായിരുന്നു. ഷൂട്ട് ഓഫിലാണ് രമിത ജിൻഡാൽ എലിമിനേറ്റ് ആയത്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലെ വെങ്കല മെഡലും ടീമിനത്തിലെ മെഡൽ നേട്ടവും ഒക്കെ കൊണ്ട് വലിയ പ്രതീക്ഷ രമിത ജിൻഡാലിൽ ഉണ്ടായിരുന്നു. 20 വയസ്സ് മാത്രമാണ് രമിത ജിൻഡാലിൻ്റെ പ്രായം. 145.3 പോയിന്റ് നേടിയാണ് ഫൈനലിൽ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. ഷൂട്ട് ഓഫിൽ ഫ്രാൻസ് താരമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. മുള്ളർ 10.8 പോയിന്റ് മുള്ളർ സ്കോർ ചെയ്തപ്പോൾ 10.5 പോയിന്റിലേക്ക് രമിത ഒതുങ്ങുന്നു. അങ്ങനെ പുറത്താകുന്നു. 7ാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ആദ്യ സ്റ്റേജ് പിന്നിട്ടപ്പോൾ 4ാം സ്ഥാനത്തുണ്ടായിരുന്നു രമിത ജിൻഡാൽ. ആ സമയത്ത് പിന്നീട് 2ാമത്തെ സ്റ്റേജിലെ അവസാന ഷോട്ടിലാണ് രമിതയ്ക്ക് പിഴച്ചതും 7ാം സ്ഥാനത്തേക്ക് വീണുപോയതും പിന്നീട് ഷൂട്ട് ഓഫിൽ പുറത്താകുന്ന സ്ഥിതി ഉണ്ടായതും. അതിനിടയിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഒളിമ്പിക്സ് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് വരുന്നുണ്ട്. മനു ബക്കേർ 2ാം മെഡലിന് അരികെ എത്തി നിൽക്കുന്നു എന്നതാണ്. ഇന്നലെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കലം നേടി രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ, ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമായി മാറിയ മനു ബക്കേർ ഇന്ന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ പോരാട്ടത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ടീമിനത്തിലുള്ള മത്സരത്തിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കാണ് മെഡൽ സാധ്യതയുള്ളത്. ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളവർ സ്വർണ്ണത്തിന് വേണ്ടി പോരാടിക്കുമ്പോൾ 3ഉം 4ഉം സ്ഥാനങ്ങളിലുള്ളവർ വെങ്കല മെഡലിന് വേണ്ടി പോരാടും. മനു ബക്കേറും സരബ്ജോത് സിംഗ് ചേർന്നുള്ള ടീമാണ് ഇപ്പോൾ വെങ്കല മെഡൽ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ആകെ 580 പോയിന്റ് നേടി യോഗ്യതാ റൗണ്ടിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യൻ സഖ്യം എത്തിയത്. മനു ബക്കേർ 291 പോയിന്റ് നേടിയപ്പോൾ സരബ്ജോത് സിംഗ് 289 പോയിന്റ് നേടി. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് വെങ്കല മെഡൽ പോരാട്ടം. എതിരാളികളായി വരുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ 4ാം സ്ഥാനത്തെത്തിയ ദക്ഷിണ കൊറിയയാണ്. 579 പോയിന്റുമായാണ് ദക്ഷിണ കൊറിയൻ സഖ്യം ഇപ്പോൾ 4ാം സ്ഥാനത്ത് എത്തിയത്. അതിനിടെ റിതം സംഗ്വാൻ, അർജുൻ സിംഗ് ചീമ ഇതേ ഇനത്തിൽ പുറത്താവുന്നതും കണ്ടു. 576 പോയിന്റുമായി 10ാം സ്ഥാനത്തായാണ് ഇവർ പുറത്തായത്. ഇനി 10 മീറ്റർ എയർ റൈഫിൾ പുരുഷന്മാരിൽ അർജുൻ ബബുദയുടെ ഫൈനൽ മത്സരം നടക്കാനിരിക്കുകയാണ്. യോഗ്യതാ റൗണ്ടിൽ 630.1 പോയിന്റ് നേടി 7ാം സ്ഥാനക്കാരനായാണ് അർജുൻ ബബുദ ഫൈനൽ യോഗ്യത നേടിയത്. വൈകിട്ട് 3:30ക്കാണ് ഫൈനൽ മത്സരം നടക്കുക. ബാഡ്മിന്റൺ വനിതാ ഡബിൾസിലും ഇന്ത്യക്ക് നിരാശയുണ്ടായിട്ടുണ്ട്. അശ്വനി പൊന്നപ്പ, തനിഷ ക്രിസ്റ്റോ സഖ്യം 2ാമത്തെ മത്സരത്തിലും പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ 4ാം സീഡുകളായ ജാപ്പാനീസ് സഖ്യമായിരുന്നു എതിരാളികളായി ഉണ്ടായിരുന്നത്. 21-11, 21-12 ഇങ്ങനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ഇന്ത്യൻ സഖ്യം പരാജയപ്പെട്ട് പ്രതീക്ഷകൾ മങ്ങിയിരിക്കുകയാണ്. അതിനിടെ ഇന്ന് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ തുടർച്ചയായ 2ാം ജയം തേടി ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട്. ഹോക്കിയിൽ ഇന്ത്യക്ക് ഇന്ന് 2ാമത്തെ മത്സരമുണ്ട്. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ഇന്ത്യ ഇന്ന് 2ാം മത്സരത്തിൽ അർജന്റീനയാണ് നേരിടുക. അർജന്റീനയ്ക്കെതിരായ മത്സരം വൈകിട്ട് 4:15 ആരംഭിക്കും. അതുപോലെ അമ്പെയ്ത്തിൽ പുരുഷ ടീം ഇന്ന് ക്വാർട്ടർ പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട്. ഇന്നലെ വനിതാ ടീം ക്വാർട്ടർ മത്സരത്തിന് ഇറങ്ങിയിരുന്നു. പക്ഷേ നെതർലൻഡ്സിനോട് പരാജയപ്പെട്ട് പുറത്താവുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ 5:45 പുരുഷ ടീമിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടവും ഉണ്ടാകും. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ രമിത ജിൻഡാലിന് മെഡലില്ല. പക്ഷേ പ്രതീക്ഷയായി മനു ബക്കർ ഉണ്ട്. വെങ്കല മെഡൽ നേട്ടത്തിനരികെയാണ് മത്സരം നടക്കുക. വിനേഷ് കുഞ്ഞിരാമനാണ് വിശദാംശങ്ങൾ നൽകിയത്.